ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീ വിമോചകനായി സ്ത്രീകളുടെ മാറ്റത്തിന് വേണ്ടി ശബ്ദിച്ച പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന കാട്ടറബികളുടെ കാലഘട്ടത്തിൽ കുഴിച്ചുമൂടേണ്ടവളല്ല, ജീവനോടെ കുഴിച്ചുമൂടേണ്ടവളല്ല, അവൾ സംരക്ഷിക്കപ്പെടേണ്ടവളാണെന്ന് പറഞ്ഞുകൊണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യ ജീവിതത്തിന്റെ കാണാപ്പുറങ്ങളിലേക്ക് വെളിച്ചം വീശി കടന്നു വന്ന ലോകത്തിന്റെ ഗുരുബോധർ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തിലേക്ക് കാലെടുത്തു വെക്കാൻ പോകുന്ന പെൺകുട്ടികളെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിലാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. സ്വാലിഹത്തായ പെൺകുട്ടികൾ ആരെന്നറിയുമോ? ഇസ്ലാം വിഭാവനം ചെയ്യുന്ന യഥാർത്ഥ മണവാട്ടികൾ ആരെന്നറിയുമോ? ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് കാരണക്കാരായ അവർ ആരെന്നറിയുമോ? ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിലാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർ രഹസ്യമായും പരസ്യമായും തന്റെ വീട്ടിന്റെ ഉള്ളിലും തന്റെ വീട്ടിന്റെ പുറത്തും സമൂഹ മധ്യത്തിലും ഒറ്റയ്ക്കിരിക്കുമ്പോഴും ആളുകൾ കാണുമ്പോഴും ആളുകൾ കാണാത്തപ്പോഴും തന്റെ രക്ഷകർത്താക്കൾ തന്റെ കൂടെ ഉണ്ടാകുമ്പോഴും തന്റെ രക്ഷകർത്താക്കൾ തന്റെ കൂടെ ഇല്ലാതിരിക്കുമ്പോഴും സർവ്വസമയവും സദാസമയവും എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തി എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടുകൂടി അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന പെൺകുട്ടികളാണ് സ്വാലിഹത്തായ യഥാർത്ഥ പെൺകുട്ടികളെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ലോകത്തിന്റെ ഗുരുബോധർ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ഹബീബായ നബി തങ്ങൾ സ്വഹാബത്തിന് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അക്കൂട്ടത്തിൽ ഒരിക്കൽ മദീനയുടെ മസ്ജിദുൻ നബവിയിൽ നിന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ പറയുന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ആലോചിക്കണം, ചിന്തിക്കണം, വളരെ ഗൗരവത്തിലെടുക്കണം. അല്ലാഹു തആല പരിശുദ്ധമായ ഈ ദീനും ഹബീബായ നബി തങ്ങളുമാണ് ലോകത്ത് പരിശുദ്ധമായ പ്രഖ്യാപനങ്ങൾ സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി, അവരുടെ അവകാശത്തിന് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി, അവർ സൗന്ദര്യ ആസ്വാദത്തിന് വേണ്ടിയുള്ളതല്ല. സഹോദരാ, നിനക്കൊരു ഭാഗമുണ്ടെങ്കിൽ അതിന്റെ മറ്റൊരു ഭാഗമാണ് സ്ത്രീ വിഭാഗമെന്ന് പഠിപ്പിച്ച് ലോകത്ത് സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി തുടക്കം കുറിച്ച ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ഒരു ഹദീസിലൂടെ പറയുന്നു, മൻ കാനതു ലഹു സലാസു ബനാതിൻ ഔ ഖഖവാതിൻ ഫസബറ അലാ അറായിന്ന വളറായിന്ന അദ്ഖലഹുല്ലാഹുൽ ജന്നത ബിഫളി റഹ്മതിഹി ഇയാഹുന്ന. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആർക്കെങ്കിലും 3 പെൺകുട്ടികളോ അല്ലെങ്കിൽ 3 സഹോദരിമാരോ ഉണ്ടാവുകയും ആ കുട്ടികളെ സഹോദരിമാരെ വളർത്തിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളും ത്യാഗങ്ങളും യാതനകളും സഹിച്ചുകൊണ്ട്, ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ട്, കുറ്റപ്പെടുത്തലുകൾ പെടുത്തുമ്പോൾ ആ കുറ്റപ്പെടുത്തലുകൾ സഹിച്ചുകൊണ്ട് തന്റെ പൊന്നു മക്കളെ പെൺകുട്ടികളെ വളർത്തി വലുതാക്കി ഉന്നതമായ ഒരു നിലയിലെത്തിച്ചുകൊണ്ട് മാന്യമായ നിലയിൽ ആ കുട്ടികളെ വിവാഹം കഴിച്ചയച്ചാൽ അതൊരു പിതാവാണ് ചെയ്യുന്നതെങ്കിൽ, ഒരു സഹോദരനാണ് ചെയ്യുന്നതെങ്കിൽ വജബത് ലഹുൽ ജന്ന, ആ മനുഷ്യന് സ്വർഗം നിർബന്ധമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. സ്വർഗം അവന് നിർബന്ധമാണ്. 3 പെൺകുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുത്ത്, നല്ല രീതിയിൽ അവൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, നല്ല ചുറ്റുവട്ടത്തിൽ അവർക്ക് സംരക്ഷണം കൊടുത്ത് ആ പൊന്നുമക്കളെ വളർത്തി വലുതാക്കി അവരെ മാന്യമായ നിലയിൽ മണവാട്ടിയായി ചമച്ചൊരിച്ച് ആ പെൺകുട്ടികളെ കെട്ടിച്ചയച്ചാൽ, വിവാഹം കഴിച്ച് നല്ലൊരു പുരുഷന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ആ ഏൽപ്പിച്ചു കൊടുക്കുന്ന പിതാവിന് വജബത് ലഹുൽ ജന്ന, സ്വർഗം അവൾക്ക് നിർബന്ധമാണ്, ആ മനുഷ്യന് നിർബന്ധമാണ്, ആ സഹോദരന് സ്വർഗം നിർബന്ധമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമായ നിസ്കാരം, 5 വഖ്ത് നിസ്കാരം ഒരാൾ നിസ്കരിച്ചാൽ അവന് സ്വർഗം നിർബന്ധമാണെന്ന് ഒരു സ്ഥലങ്ങളിലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല. ആ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചാൽ തീർച്ചയായും ആ നിസ്കാരം കാരണം, ആ നമസ്കാരം കാരണം അവന് സ്വർഗത്തിൽ കടക്കാം. അതുപോലെ തന്നെ ഹജ്ജിനെ കുറിച്ചും അതുപോലെ തന്നെ നോമ്പിനെ കുറിച്ചും എല്ലാ സൽക്കർമ്മങ്ങളെ കുറിച്ചും അല്ലാഹുവിന്റെ ഹബീബായ നബി ഇങ്ങനെയാണ് പറഞ്ഞത്.
പറഞ്ഞതെങ്കിൽ വളരെ അപൂർവം സൽക്കർമ്മങ്ങളെ കുറിച്ച് മുത്തുനബി പഠിപ്പിച്ചു. വജബത് ലഹുൽ ജന്ന, സ്വർഗം അവർക്ക് നിർബന്ധമാണ്, സ്വർഗം ആ പിതാവിന് നിർബന്ധമാണ്, സ്വർഗം ആ സഹോദരന് നിർബന്ധമാണെന്ന് അള്ളാന്റെ റസൂല് പറയുമ്പോ ഈ പെൺകുട്ടികളെ കുറിച്ച്, ഈ പെൺകുട്ടികളെ വളർത്തുന്നതിന്റെ മഹത്വത്തെ കുറിച്ച്, ഈ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്നതിന്റെ മഹിമയെക്കുറിച്ച്, അള്ളാഹുവിന്റെ പാവനമായ ദീൻ കൽപ്പിക്കുന്നതിന്റെ പ്രാധാന്യം എത്ര വലുതാണ്. സ്വർഗം നിർബന്ധമാണ്. ആ സദസ്സിലിരുന്നു കൊണ്ട് അള്ളാന്റെ റസൂല് ആവേശപൂർവ്വം ഇത് പറഞ്ഞത് കേട്ടപ്പോ മുത്തു റസൂലിന്റെ നിറഞ്ഞ കണ്ണുകളോടെ അള്ളാന്റെ റസൂലിന്റെ ഈ ആവേശം കണ്ടിട്ട് ആ സദസ്സിലിരുന്ന ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് വസിന്താനി യാ റസൂലല്ലാഹ്, രണ്ട് പെൺകുട്ടികളെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി കെട്ടിച്ചയച്ച ആ സഹോദരന് കിട്ടുമോ നബിയെ സ്വർഗം? ആ സഹോദരന് ലഭിക്കുമോ നബിയെ സ്വർഗം? ആ വാപ്പാക്ക് ലഭിക്കുമോ നബിയെ സ്വർഗമെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, വസിന്താനി, രണ്ട് കുട്ടികളെ കെട്ടിച്ചാലും, രണ്ട് പെൺകുട്ടികളെ വളർത്തിയാലും, രണ്ട് സഹോദരിമാരെ സംരക്ഷിച്ചാലും ആ സഹോദരനും സ്വർഗം നിർബന്ധമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പോ ആ സദസ്സിലിരുന്ന് വീണ്ടും ഒരു സ്വഹാബി എണീറ്റുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് വാഹിദത്തു യാ റസൂലല്ലാഹ്, ഒരു പെൺമകളെ, ഒരു സഹോദരിയെ വളർത്തിയെടുത്ത് വലുതാക്കി അവക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത്, അവക്കാവശ്യമായ വിദ്യാഭ്യാസം ചെയ്തു കൊടുത്ത് ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ സഹോദരിയെ ആ ഉന്നതമായ നിലയിലേക്ക് എത്തിച്ചു നിർത്തി അവളെ മാന്യമായ നിലയിലേക്ക് കെട്ടിച്ചയച്ചാൽ അവർക്കും കിട്ടുമോ നബിയെ സ്വർഗം? അവർക്കും നിർബന്ധമാണോ നബിയെ സ്വർഗമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബായ നബി പറഞ്ഞു, അവർക്കും ഔവാഹിദത്തിന് ഒരു പെൺകുട്ടിയാണെങ്കിലും ശരി തന്നെ സംരക്ഷിച്ച് വളർത്തിയെടുത്താൽ ആ സംരക്ഷിക്കുന്നവന്, ആ വളർത്തിയെടുക്കുന്നവന്, അവൻ സഹോദരനാകട്ടെ, അവൻ വാപ്പയാകട്ടെ, അവൻ കൊച്ചാപ്പയാകട്ടെ, അവൻ മാമയാകട്ടെ, കുടുംബത്തിലെ ആരോ ആകട്ടെ, ആ പെൺകുട്ടിയെ വളർത്തിയതിന്റെ പേരിൽ, ആ പെൺകുട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന്റെ പേരിൽ, അവക്ക് വേണ്ടി ഉറക്കമൊഴിച്ചതിന്റെ പേരിൽ, അവളെ പഠിപ്പിക്കാൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് വേർപൊഴിച്ചതിന്റെ പേരിൽ, അവക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി അറബികളുടെ ചീത്ത കേട്ടതിന്റെ പേരിൽ, ഒരുപാട് പീഡനങ്ങൾ സഹിച്ചതിന്റെ പേരിൽ അള്ളാഹു പകരം കൊടുക്കുന്നത് വജബത് ലഹുൽ ജന്ന, അവർക്ക് സ്വർഗം നിർബന്ധമാണ്, അവർക്ക് സ്വർഗം അള്ളാഹു നിർബന്ധമാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുന്നു, എന്താണ് സ്വർഗം നിർബന്ധമെന്ന് നബി തങ്ങൾ പറഞ്ഞത്? സ്വർഗം നിർബന്ധമെന്ന് മുത്തുനബി പഠിപ്പിച്ചത് എന്താ? അള്ളാഹുവിന്റെ ഹബീബായ നബി പഠിപ്പിക്കുന്നത് നിർബന്ധമെന്ന് പറഞ്ഞപ്പോ എന്താണ് അവർക്ക് അത്രയ്ക്ക് പദവി അള്ളാഹു കൊടുക്കാനും എന്തേ നിർബന്ധം എന്ന് പറയാൻ കാരണം? എത്രയോ സഹോദരങ്ങൾ നമ്മുടെ ഇടയിൽ മദ്യപിക്കുകയും മോശമായ നിലയിൽ ജീവിക്കുകയും ചെയ്യുന്നു. പക്ഷേ മാന്യമായ നിലയിൽ പെൺകുട്ടികളെ വളർത്തി കെട്ടിച്ചയക്കുന്ന എത്ര പേരുണ്ട്? അപ്പോ അവര് ചെയ്യുന്ന മദ്യപാനം, അവര് കാണിക്കുന്ന വൃത്തികേടുകൾ, അവര് കാണിക്കുന്ന മറ്റു മോശത്തരങ്ങൾ, ഇതെല്ലാം അവരെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കൂലേ? ഈ പെൺകുട്ടികളെ വളർത്തി വലുതാക്കി എന്ന ഒറ്റ കാരണത്താൽ അവർക്ക് എന്തേ സ്വർഗം നിർബന്ധമെന്ന്? ലോകത്ത് കള്ളം പറയാത്ത ലോകത്തിന്റെ ഗുരുഭൂതർ ഉമ്മുൽ ഖുറയുടെ മടിത്തട്ടിലൂടെ മാനവ സ്നേഹത്തിന്റെ മഹിതമായ മൂല്യങ്ങൾ ഈ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കാൻ കടന്നു വന്ന ലോകത്തിന്റെ ഗുരുവര്യർ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ അങ്ങനെ പറയാൻ കാരണം? ഉലമാക്കൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരു മനുഷ്യൻ വേർപൊഴുകുന്ന, അവൻ ത്യാഗം സഹിക്കുന്ന, അവൻ കഷ്ടപ്പാട് സഹിക്കുന്ന, അവൻ അതിനു വേണ്ടി മാറ്റിവെക്കുന്ന അധ്വാനത്തിന്റെ സമയമുണ്ടല്ലോ, ആ സമയം മുഴുവനും അവന് വേണ്ടി അല്ലാഹു തആല രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്ത പ്രതിഫലം അവന് വേണ്ടി രേഖപ്പെടുത്തി വെക്കുമെന്ന് മാത്രമല്ല, അവന് വേണ്ടി പകൽ ദിവസങ്ങളിൽ നോമ്പ് പിടിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തി വെക്കുന്നു. അങ്ങനെ ആ രേഖപ്പെടുത്തി വെക്കുന്ന നോമ്പിന്റെയും നമസ്കാരത്തിന്റെയും പ്രതിഫലമായി, അതിന്റെ ഗുണഫലമായി ഈ പെൺകുട്ടിയെ വളർത്തിയതിന്റെ കാരണത്താൽ അവനെ അല്ലാഹു തആല മരണപ്പെടുന്നതിന് മുമ്പ് അവന്റെ സർവ്വ പാപങ്ങളും പൊറുപ്പിച്ചുകൊണ്ട്, അവന്റെ സർവ്വ ദോഷങ്ങളും മാപ്പാക്കിക്കൊണ്ട്
പരിശുദ്ധമായി എങ്ങനെയാണോ ഈ ലോകത്തേക്ക് ആ മനുഷ്യൻ, ആ പിതാവ്, ആ സഹോദരൻ പിറന്നു വീണത്, ശുദ്ധ പ്രകൃതിയിൽ ലോകത്ത് പിറന്നു വീണതുപോലെ ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കമായ ഹൃദയത്തോടെ ഈ ലോകത്ത് പിറന്നു വീണതുപോലെ ആ പിതാവ് മരണപ്പെടുമ്പോ, ആ സഹോദരൻ മരണപ്പെടുമ്പോ ശുദ്ധമായ ഹൃദയത്തിൽ ഈ ലോകത്ത് നിന്നും ഈമാനോടുകൂടി അല്ലാഹു തആല സഹോദരനെ മരിപ്പിക്കുമെന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉലമാക്കൾ അഭിപ്രായപ്പെടുകയാണ്. അങ്ങനെ മരിക്കുമ്പോ ആരുടെ അവസാന ശ്വാസം ഈമാനോടുകൂടിയാകുമോ ദഖലൽ ജന്ന, ശഫീഉനാ റസൂലുള്ളാഹി സ്വഹീഹായ ഹദീസിലൂടെ പറയുകയാണ്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരുടെ വാക്ക് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നുവോ അവന് സ്വർഗം നിർബന്ധമാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാനുള്ള കഴിവ് ഈ പെൺകുട്ടിയെ വളർത്തിയെടുത്തതിന്റെ പേരിൽ, ഈ സഹോദരിയെ സംരക്ഷിച്ചതിന്റെ പേരിൽ ആ സഹോദരന് അല്ലെങ്കിൽ ആ പിതാവിന് അള്ളാഹു കൊടുക്കുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസിൽ ആദരവായ ഹബീബായ നബിതങ്ങൾ പറയുകയാണ്, മൻ ഹബല ത്വറഫതൻ മിനസ് സൂഖി ഇലാ ഇയാലിഹി ഫകഅന്നമാ ഹമലൽ ഇലൈഹിം സദഖത. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ ഹദീസ് കേട്ടു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കരഞ്ഞു പോകും. ശരിയായ നിലയിൽ ഇത് വർണ്ണിക്കുകയാണെങ്കിൽ, ശരിയായ രീതിയിൽ ഇത് വിവരിക്കുകയാണെങ്കിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. അതല്ലേ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നിനക്ക് ജനിക്കുന്നത് ഒരു ആൺകുട്ടിയാണെന്ന കാരണത്താൽ നീ കൂടുതൽ സന്തോഷിക്കല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എൻ്റെ പെങ്ങളെ. നിനക്ക് ജനിക്കുന്നത് ഒരു പെൺകുട്ടിയാണെന്ന കാരണത്താൽ നീ ദുഃഖിക്കുകയും ചെയ്യരുതെന്ന് ബഹുമാനപ്പെട്ട ലോകത്തിന്റെ മുജദ്ദിദായ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ മുജദ്ദിദായ, ഒരു കാലത്ത് പരിശുദ്ധമായ ദീനിന്റെ വിളക്കായി ലോകം മുഴുവനും നിറഞ്ഞു നിന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനു ശേഷം സ്വഹീഹായ ഹദീസിനു ശേഷം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹുൽ ബുഖാരിക്ക് ശേഷം ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള വിശുദ്ധമായ ഇഹ്യാ ഉലൂമുദ്ദീൻ രചിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവും ജേതാവുമായി മാറിയ ലോക പണ്ഡിതൻ ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, നിനക്ക് ജനിച്ച കുട്ടി പെണ്ണായതിന്റെ പേരിൽ കൂടുതൽ നീ ദുഃഖിക്കരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ വിവരിക്കുന്നത് കാണുമ്പോ, മുത്തുനബി വർണ്ണിക്കുന്നത് കാണുമ്പോ കരഞ്ഞു പോകും നമ്മൾ. റസൂലുള്ള പറയുകയാണ്, നീ നിന്റെ വീട്ടിൽ നിന്നും പുറത്തുപോയി അങ്ങാടിയിലോ മറ്റോ എന്തെങ്കിലും നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ മധുര പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുവരുമ്പോ, മുട്ടായി വാങ്ങിക്കൊണ്ടുവരുമ്പോ, ലഡു വാങ്ങിക്കൊണ്ടുവരുമ്പോ, എന്താകട്ടെ നിന്റെ മക്കൾക്ക് വേണ്ടി നീ വാങ്ങിക്കൊണ്ടുവരുന്നത് അത് സ്വദഖയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ കൊടുക്കുന്ന സ്വതക്കിക്ക് ധർമ്മത്തിന് തുല്യമാണ് സ്വന്തം മക്കൾക്ക് വാങ്ങിക്കൊണ്ടുവരുന്ന മുട്ടായി. എന്നിട്ട് നബി തങ്ങൾ ആ ഹദീസിന്റെ ബാക്കി ഭാഗം പറയുന്നു, ഹത്താ യളഅഹാ ഫീഹിം വൽയബ്ദഅ ബിൽ ഉൻസാ ബിൽ ഉനാതി ഖബ്ല അദ്ദുകൂർ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിനക്ക് ആണും പെണ്ണുമായ മക്കളുണ്ടെങ്കിൽ ആദ്യം നീ ആൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് നിന്റെ പെൺകുട്ടിയുടെ കയ്യിലേക്ക് ആ മുട്ടായി നീ കൊടുക്കണമെന്ന്, ആ ലഡു നീ കൊടുക്കണമെന്ന്, ആ മധുര പലഹാരം നീ കൊടുക്കണമെന്ന് പഠിപ്പിച്ച സ്ത്രീകളുടെ വിമോചക, സ്ത്രീ ശാക്തീകരണത്തിന് ലോകത്ത് നേതൃത്വം കൊടുത്ത ലോകത്തിന്റെ ഗുരുവര്യരെ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് പറയുന്നു, നീ വളരെ സ്നേഹത്തോടെ, അധിക രക്ഷകർത്താക്കളും വളരെ ലാളനയോടെ, ആൺകുട്ടികൾ എന്റെ സംരക്ഷണമാകേണ്ട, എനിക്ക് കാവലാകേണ്ട, എനിക്ക് മയ്യത്ത് നിസ്കരിക്കേണ്ട എന്റെ പൊന്നുമോൻ എന്ന് പറഞ്ഞുകൊണ്ട് മാറോട് ചേർത്തുകൊണ്ട് നാം സ്നേഹിക്കുന്ന നമ്മുടെ പൊന്നുമോന് കൊടുക്കുന്നതിനേക്കാൾ നിന്റെ പെൺകുട്ടിക്ക് നീ ആദ്യം കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ.